പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റാണ്. നമുക്ക് വേണ്ടി വാദിക്കുന്ന, ഇതൊരു ലീഗൽ ടേമായിട്ട് മനസ്സിലാക്കണം. കോർട്ട് റൂം, കോടതി മുറിയിൽ ഇതാ നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീൽ. ഈ അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടിയിട്ട് വാദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ അഡ്വക്കേറ്റ് വാദിക്കുന്നത് മുഴുവൻ നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് ഈ അഡ്വക്കേറ്റിൻ്റെ ശ്രദ്ധ മുഴുവൻ. നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തെ പുഷ് ചെയ്ത് ഉയർത്തുന്ന കാര്യങ്ങൾ, നമ്മളെ സേവ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ അഡ്വക്കേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിക്കും. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിക്കും. നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ കോടതി മുറിയിൽ ഒരു വക്കീൽ പ്രതിക്ക് വേണ്ടി വാദിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് മുമ്പിൽ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി നിലകൊള്ളും. വലതുകരം ഉയർത്തിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഒരു പക്ഷേ പല സമയങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവർ അനുഭവിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അനുഭവിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വാദിക്കും. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും ചിന്തിക്കും, ആരെനിക്ക് വേണ്ടി വാദിക്കും? ആരെൻ്റെ കൂടെ നിൽക്കും? ആരെനിക്ക് വേണ്ടി സംസാരിക്കും? ആര്? പരിശുദ്ധാത്മാവ് അഡ്വക്കേറ്റാണ്. റോമാലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനം ഒന്ന് വായിക്കാവോ? സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 8, 8-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുവചനം. 8:26 നമുക്ക് പരിചയമുള്ള ഒരു വചനമാണ്. പെട്ടെന്ന് എടുത്ത് വായിച്ചോളൂ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം കണ്ടോ? നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കും. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും പല വിഷയങ്ങളിൽ ബലഹീനരാണ്. വചനം പറയുന്നു, നീ വിഷമിക്കേണ്ട, നീ ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിക്കും. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നിനക്കറിഞ്ഞുകൂടാ, നീ ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്ക് നേറ്റു പറയാം. ഉച്ചത്തിൽ പറഞ്ഞോളൂ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ ശ്രദ്ധിച്ചോളൂ, നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി വാദിക്കാൻ, നിന്നെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെന്ന്. നീ ഒറ്റയ്ക്കല്ല. നിന്നെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് ക്രമീകരിക്കും. വ്യക്തികളിലൂടെ, സംഭവങ്ങളിലൂടെ, ചില അനുഭവ തലങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നിന്നെ കൃത്യമായി ഇങ്ങനെ നിന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? നമുക്ക് വേണ്ടി ആര് വാദിക്കും? നമുക്കാണ് കഴിവുമില്ല, നമുക്ക് ആൾബലമില്ല, നമുക്ക് കുടുംബ പാരമ്പര്യമില്ല, ആരും തിരിഞ്ഞു നോക്കാനില്ല. എൻ്റെ കാര്യം ആര് പരിഗണിക്കും? എന്നെ ആര് ശ്രദ്ധിക്കും? എനിക്ക് വേണ്ടി ആര് വാദിക്കും? എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിക്കും. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി നിലകൊള്ളും. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിക്കും. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തതായിട്ട്, മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേർഡ് എന്താണ്?
പാരക്ലീറ്റ് എന്ന ഗ്രീക്ക് വേർഡിൽ മൂന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത് പരിശുദ്ധാത്മാവ് ആശ്വാസദായകനാണ്, കംഫർട്ടർ. പരിശുദ്ധാത്മാവ് ആശ്വാസദായകനാണ്. പലതരത്തിലുള്ള വേദനകളിലൂടെ കടന്നു പോകുന്ന നമുക്ക് പരിശുദ്ധാത്മാവ് ആശ്വാസദായകനാണ്. പരിശുദ്ധാത്മാവ് നിന്നെ ആശ്വസിപ്പിക്കും. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ചില വേദനകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടമാണ്. നമുക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല. എങ്ങനെ സഹിക്കും? എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും? എങ്ങനെ ഇത് മുമ്പോട്ട് നീങ്ങും? എന്നാൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് കിട്ടുന്നൊരു ഗിഫ്റ്റ് എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കും. നിനക്ക് എത്ര വലിയ തീച്ചൂളയ്ക്കുള്ളിലാണെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു കുളിർക്കാറ്റ് നൽകി നിന്നെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവ് നിന്നെ ആശ്വസിപ്പിക്കും, ആശ്വാസം തരും. പറഞ്ഞു കൊടുത്തേ, ആശ്വാസം തരും. ആരാണ്? പരിശുദ്ധാത്മാവ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 18 തിരുവചനം ഒന്ന് വായിച്ചേ. ചാപ്റ്റർ 14 വേഴ്സ് 18. 14:18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. കണ്ടോ, നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ലെന്ന്. നിനക്കൊരു സംഘർഷം ഉണ്ടാകുമ്പോൾ, ഒരു ഭാരം ഉണ്ടാകുമ്പോഴത്തേക്ക് നീ മാറിയിരുന്ന് മോങ്ങിക്കരയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിന്നെ കരയാൻ വിട്ടുകൊടുക്കുന്നൊരു ദൈവമല്ല. നീ കരയുമ്പോൾ നിന്റെ കൂടെ ഇരുന്ന് നിനക്ക് ആശ്വാസം നൽകുന്നൊരു ദൈവം. അതാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ തോളത്ത് തട്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല. നീ കരയുമ്പോൾ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും കൃത്യമായിട്ട് തിരിച്ചറിയണം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് ഈ കംഫർട്ടർ. നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോകുന്നെങ്കിലും ആ വേദനയിൽ നിനക്ക് ആശ്വാസം ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന ആശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ഈ കഴിഞ്ഞ നാളൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടവരാണ്. അപ്പോൾ ഇവൻ പറഞ്ഞ്, അച്ഛാ എനിക്കൊരു സ്വസ്ഥതയില്ല, ഉറക്കയില്ല. അപ്പം ഞാൻ ചോദിച്ചു, നീ അപ്പം എന്ത് ചെയ്യും? അച്ഛാ ഞാൻ രാത്രിയിൽ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് കുറേ പരിപാടി കണ്ട് ഒരു ആശ്വാസം കിട്ടി ഉറങ്ങാൻ ശ്രമിക്കും. യൂട്യൂബിൽ പരിപാടി കണ്ട് ആശ്വാസം കിട്ടാൻ ശ്രമിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്തെല്ലാം പരിപാടികളാണ്? അത് കുറേ കോമഡി ഷോ കാണും, കുറേ റീൽസുകൾ ഇങ്ങനെ കാണും. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഒരു ദിവസം മാത്രമേ ഉള്ളൂ? അല്ല അച്ഛാ, എല്ലാ ദിവസവും ഞാനിപ്പോൾ ഇത് കണ്ടാണ് ഒരു ആശ്വാസം കിട്ടുന്നത്. എത്ര സമയത്തേക്ക് ഒരു റീൽസ് കണ്ടാൽ ഒരു ആശ്വാസം കിട്ടും? എത്ര സമയത്തേക്ക് നമുക്കൊരു കോമഡി ഷോ കണ്ടു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും? എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നൽകുന്നൊരു വാഗ്ദാനം കേട്ടോളൂ, നിനക്ക് പെർമനൻ്റ് ആയിട്ട് നിന്റെ ജീവിതത്തിൽ എത്ര വലിയ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നെങ്കിലും നിനക്ക് നിത്യമായി കിട്ടുന്നൊരു ആശ്വാസമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ആശ്വാസം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യം, ഒരു പക്ഷേ നമ്മുടെ ഉറക്കം കളയുന്ന ഒരു പ്രശ്നം, ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കയറി ഇടപെട്ടതിന് ശേഷം നമ്മൾ അനുഭവിക്കുന്ന ചില അസ്വസ്ഥതകൾ, നമുക്കുണ്ടായ ചില ഡിസോർഡറുകൾ, തെറ്റായ തീരുമാനങ്ങൾ, ചില പാളിച്ചകൾ, നമ്മൾ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ പരിശുദ്ധാത്മാവേ 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 എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവേ 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 എന്ന പേര് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. യേശുവേ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു പേരാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ ഈശോയെന്ന് വിളിക്കാറില്ലേ? ഒരാവശ്യം വരുമ്പോൾ മാത്രമല്ല, നമ്മുടെയൊക്കെ നടപ്പിലും ഒക്കെ ചിന്തയിലും ഒക്കെ യേശുവേ യേശുവേ എന്ന് നമ്മൾ കൊണ്ട് നടക്കുന്നത് പോലെ തന്നെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പേരാണ് പരിശുദ്ധാത്മാവേ
പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ഉറക്കം കിട്ടുന്നില്ല, ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥ, തല ഇങ്ങനെ പുകയുന്നു, അസ്വസ്ഥത, മൊത്തം ഡിസോർഡർ, ഒന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ല, നിങ്ങളോട് ഞാനൊരു കുഞ്ഞു കാര്യം പറയാം. ഇപ്പോൾ മുതൽ ഈ സാവധാനം ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവേ 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 എന്നിങ്ങനെ പറയുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് വലിയൊരു ആശ്വാസം വന്നു നിറയും. നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന്. ഇത് വാഗ്ദാനമാണ്, വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന വാഗ്ദാനമാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവർക്ക് ഇത് അനുഭവിക്കാൻ പറ്റും. വലതുകര ഉയർത്തി വെച്ചെത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി ഈശോയെ ആരാധന, ഈശോയെ പഠിക്കേ ആരാധന, ഈശോയെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ പരിശുദ്ധ അൽത്താരയിൽ നമ്മുടെ ജീവിതം, ഇന്ന് നമ്മൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളും സമർപ്പിക്കുക. ഈശോയെ, ഈ പരിശുദ്ധ അൽത്താരയിൽ ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ കടന്നു പോകുന്ന അവസ്ഥകൾ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പരിശ്രമിച്ചപ്പോഴൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോയി. അവർക്ക് ആർക്കും നമ്മളെ മനസ്സിലാവില്ല. അവർ നമ്മളെ കുറ്റപ്പെടുത്തും, അവർ നമ്മളെ കളിയാക്കും, അവർ നമ്മളെ വിഷമിപ്പിക്കും. എന്നാൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കാത്ത, നിന്നെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുന്ന, നിന്നെ നിത്യം സഹായിക്കുന്ന സർവശക്തൻ ആ ദൈവത്തിനു മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ. ദിസ് ഈസ് മൈ സിറ്റുവേഷൻ. ഐ ഇൻവൈറ്റ് യുവർ പവർ ഇൻ ടു മൈ ലൈഫ്. ഓ ദൈവമേ, നിന്റെ ശക്തി എൻ്റെ മേൽ പ്രവർത്തിക്കണം. ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ പരിശുദ്ധാത്മാവേ, അങ്ങ് എന്നിൽ പ്രവർത്തിക്കണം. ഓരോ വ്യക്തിയും അതിനുവേണ്ടി ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് പാരക്ലീറ്റ്, പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്. പരിശുദ്ധാത്മാവ് നിന്നെ ആശ്വസിപ്പിക്കും. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിക്കും. ഹോളി സ്പിരിറ്റ് ഈസ് അവർ അഡ്വക്കേറ്റ്. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിക്കും. ഹോളി സ്പിരിറ്റ് ഈസ് അവർ ടീച്ചർ. നിന്റെ അധ്യാപകനാണ്, നിന്നെ ഗൈഡ് ചെയ്യും. യെസ്, ഐ ബിലീവ്. പരിശുദ്ധാത്മാവ് എന്നെ എംപവർ ചെയ്യും, എന്നെ ശക്തിപ്പെടുത്തും. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വിഷയങ്ങളെല്ലാം നമ്മൾ സ്വയം വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ്, ഈ ആരാധനയുടെ സമയം. വിശ്വസിക്കുന്ന ഓരോരുത്തരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക, എഴുന്നേറ്റ് നിൽക്കുക. യെസ്, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളും യാചനാപൂർവം പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിക്കാം. സ്ട്രെച്ച് യുവർ ബോത്ത് ഹാൻഡ്സ് ടുവേർഡ്സ് ദ ഹോളി ഓൾട്ടർ. രണ്ട് കരങ്ങൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ചോളൂ. നമുക്ക് വേണ്ടത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, ഉന്നതമായ കൃപയാണ്. ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
എൻ്റെ മേൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗത്തിൻ്റെ ശക്തിയെ ഈ ശുശ്രൂഷ സമയത്ത് പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുന്ന ശക്തിയെ എൻ്റെ മേൽ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങളും ഇങ്ങനെ യാചനാപൂർവം പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഒരു പുതിയ അഭിഷേകമായി കടന്നു വരുന്നുവെന്ന് വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കണം. ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന സമയം പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ഈ സമയത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. മറ്റൊരു അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യത്തിലോട്ടും പോവേണ്ട. ഇതാ ഈ പോട്ടാശ്രമത്തിലെ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകരെ, പ്രാർത്ഥനാ ചൈതന്യം ലഭിക്കപ്പെട്ടവരെ, ഇതാ നീ ആയിരിക്കുന്നിടത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഉന്നതമായ കൃപ ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇങ്ങനെ യാചനാപൂർവ്വം കരങ്ങൾ ഇങ്ങനെ യാചനാപൂർവ്വം അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് നിന്റെ ഏത് പ്രവൃത്തി മണ്ഡലങ്ങളിൽ, നിന്റെ ഏതവസ്ഥയിൽ, നിന്റെ ഏത് ചിന്തകളിൽ, നിന്റെ ഏത് ബന്ധങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വേണമോ അതിനുവേണ്ടി ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുക. ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ആഗ്രഹം വേണം. പരിശുദ്ധാത്മാവ് ഇന്ന വിഷയത്തിൽ ഇടപെടണമേ. പരിശുദ്ധാത്മാവ് ഇന്ന കൺഫ്യൂഷൻ സ്റ്റേജിൽ ഇടപെടണമേ. പരിശുദ്ധാത്മാവ് ഇന്ന ബന്ധത്തിൽ ഇടപെടണമേ. പരിശുദ്ധാത്മാവ് ഈ അഡിക്ഷനിൽ ഇടപെടണമേ. പരിശുദ്ധാത്മാവ് ഈ പ്രോബ്ലത്തിൽ ഇടപെടണമേ. പരിശുദ്ധാത്മാവ് എൻ്റെ കുടുംബത്തിലെ സാമ്പത്തിക തകർച്ചയിൽ ഇടപെടണമേ. പരിശുദ്ധാത്മാവ് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്ന എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഇടപെടണമേ. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനെ വിളിക്കുക. പരിശുദ്ധാത്മാവേ, 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 ഉന്നതമായ വരപ്രസാദം ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടാൻ എല്ലാവരും പറ്റുന്നത് പോലെ നാവ് തുറന്ന് ഈ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നുള്ള ആ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഉന്നതമായ വരപ്രസാദം, ഉന്നതമായ വരപ്രസാദം ഓരോ വ്യക്തികളിലേക്കും വിളിച്ചൊടിയപ്പെടട്ടെ. ദാസർ കേൾക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞ് ഹൃദയം തുറന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ, പുതിയ അഭിഷേകം പ്രവർത്തിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചോ. പരിശുദ്ധാത്മാവേ, ആരാധന